ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എപ്പിസോഡ് അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. എപ്പിസോഡ് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് നെവിൻ ഔട്ടായില്ല, ആര്യൻ ഔട്ടാകുന്ന സീന് അതെങ്ങനെയാണെന്ന് വെച്ചാൽ സേഫ് ആകുന്നവരെ ഇപ്പുറത്തെ സൈഡിലോട്ട് ഇങ്ങനെ ഇരുത്തുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയും, നിങ്ങൾ അപ്പുറത്തിരിക്കുന്നവരെ ആരെയാണ് സേവ് ആക്കാൻ ശ്രമിക്കുന്നു ചോദിക്കുക. അപ്പോൾ ഓരോരുത്തരും പേര് പറയും. അതിൽ നിന്ന് കൂടുതൽ പേരും പറഞ്ഞത് അക്ബറിൻ്റെയോ നെവിൻ്റെയോ പേരല്ല പറഞ്ഞു. അവരൊക്കെ ആ 3 പേര് വേറെ സംഘമാണ്. എന്നാലും ഇപ്പുറത്തുള്ള ഷാനവാസ, അനീഷ്, ആദില, നൂറ, ഇവർക്കെല്ലാം സാബുമാന് എല്ലാവർക്കും ആര്യൻ സേവ് ആയിക്കോട്ടെ എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. കാരണം അവരൊക്കെ തിരിഞ്ഞും മറിഞ്ഞും എടുത്തും ഒക്കെ പറഞ്ഞ് അത് പറ്റില്ല എന്നൊക്കെ ലാലേട്ടൻ പറയുമ്പോൾ ഓരോരുത്തരുടെ പേര് മാറി പറയണം. അപ്പം മാറി പറയുന്നവരൊക്കെ ആര്യൻ എന്നാണ് പറഞ്ഞത്. നെവിൻ്റെ പേരോ അക്ബറിൻ്റെ പേരോ പറഞ്ഞില്ല. അതാണ് നൂറ വന്നപ്പോഴാന്ന് തോന്നുന്നു അക്ബറിനെ സേവ് ആയത്. ഏതായാലും അവസാനം വന്നിട്ട് നെവിനും ആര്യനൂടെ സോഫയുടെ ഇങ്ങേ അറ്റത്തിരിക്കുമ്പോൾ അവരോട് 2 പേരോടും കൂടെ ആലോചിച്ചിട്ട് ഇനിയുള്ള ക്യാപ്റ്റൻ്റെ പേര് പറയാൻ പറയും. അപ്പോൾ അവർ നൂറയാണ് തിരഞ്ഞെടുക്കുന്നത്. നൂറ ഇതുവരെ ക്യാപ്റ്റൻ ആയിട്ടില്ലല്ലോ. അത് കഴിഞ്ഞാണ് ആര്യനെ വിറ്റളെന്ന് പറയുന്നത്. അപ്പം ആദ്യം നെവിനെ എഴുന്നേപ്പിച്ചേർത്തിട്ട് നെവിൻ സേവ് ആയി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇന്ന് വരെ ബിഗ് ബോസിൽ ഇങ്ങനെ ഒരു സീൻ നമുക്ക് കാണാൻ സാധിക്കില്ല. നെവിൻ എവിറ്റായില്ല, സേവ് ആയെന്ന് പറയുമ്പോൾ സ്വന്തം കാതുകളെ വിശ്വസിക്കാൻ പറ്റാതെ, കാരണം 100% അവൻ്റെ കയ്യിലിരിപ്പുണ്ട് അവൻ ഈ പ്രാവശ്യം പുറത്തു പോകുന്ന അവൻ വിശ്വസിച്ച് നിന്നിട്ട് അവൻ പാക്ക് ചെയ്തിരിക്കുകയായിരുന്നല്ലോ. ഏറ്റവും നല്ല ഡ്രസ്സൊക്കെ കഴിഞ്ഞ ദിവസം ഇട്ടതാണ് ബിഗ് ബോസ് പറഞ്ഞപ്പോൾ. അപ്പോൾ എന്താണെങ്കിലും അവൻ പുറത്താകും എന്നും കൂടെ ഒരു വിചാരമുണ്ട്. പിന്നെ ലാലേട്ടൻ കൂടെ പറയുന്നുണ്ട്, അതായത് പുറത്തായില്ലെങ്കിൽ ശിക്ഷയുണ്ട്. അപ്പം അവൻ 100% പുറത്താകുമെന്ന് വിശ്വസിച്ചിരുന്നവരിടത്ത് അവൻ സേവ് ആയെന്ന് പറയുമ്പോൾ കണ്ണ് തള്ളിയിട്ട് അവൻ എന്ത് പറയണത്, ഈ നിലാവത്തഴിച്ച് വിട്ട കോഴി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അവൻ ആകെ പരപരാന്ന് വെച്ചേച്ച് പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് നിന്നു. ആരും പിന്നെ സീൻ നല്ലപോലെ കൺട്രോൾ ചെയ്തു. പെട്ടെന്ന് തന്നെ ഇറങ്ങി ഇനി വരണമല്ലോ ഉടനെ തന്നെ, അങ്ങനെ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് പോയി. പക്ഷെ എല്ലാവരും നല്ല ഞെട്ടലിലാണ്. പോകുന്ന പോക്ക് കാണുമ്പോൾ അറിയാം എല്ലാവരും ഞെട്ടൽ. പിന്നെ ഇന്ന് ഞാനിട്ട വീഡിയോ പറഞ്ഞ പോലെ തന്നെ നെവിന് കൊടുക്കാൻ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ശിക്ഷ കൊടുത്ത് അവർക്ക് നെവിനെ അവിടെ നിർത്തണം. അപ്പം നെവിന് കൊടുക്കാനുള്ള ശിക്ഷ അവർക്ക് യെല്ലോ കാർഡ്, റെഡ് കാർഡ്, ഡയറക്റ്റ് നോമിനേഷൻ, അതൊക്കെ കുഞ്ഞു ശിക്ഷയാണ്. ഒരാളെ ഹോസ്പിറ്റലിലാക്കിയ കാര്യമാണ്. നെവിൻ ഇന്ന് പരസ്യമായിട്ട് മാപ്പ് പറയുന്നുണ്ട് കേട്ടോ ഷാനവാസിനോട്. ഞാൻ നിങ്ങളെ കൊല്ലാനൊന്നും ഉദ്ദേശിച്ചല്ല, ആ സമയത്ത് ഞാൻ അങ്ങനെ അഗ്രസീവായി പോയതാണെന്നൊക്കെ പറഞ്ഞ് അവൻ്റെ കുറേ ഡയലോഗ് ഒന്നും ഹൃദയത്തിൽ തട്ടിയുള്ള വാക്കല്ല കേട്ടോ. അവൻ്റെ മുഖഭാവം ഓരോന്നൊക്കെ പറയുമ്പോൾ തന്നെ മുഖം കൊണ്ട് ഗോഷ്ടി കാണിക്കുന്നൊക്കെ അതിൻ്റെ ഇടയ്ക്ക് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇപ്പുറത്തെ വശത്തുള്ള ജയിൽ നോമിനേഷൻ്റെ ഇതിൽ ഇവൻ്റെയൊക്കെ കാര്യം പറയുമ്പോഴത്തേക്കിന് ഇവൻ്റെ മുഖം ഓരോ ഗോഷ്ടി കാണിക്കുന്നതാണ്. ഒരു സ്റ്റാൻഡേർഡും ഉള്ളവനല്ല, യാതൊരു സ്റ്റാൻഡേർഡും ഒരു നന്മയുള്ള ഒരു പയ്യനല്ല ഈ നെവിൻ എന്ന് പറയുന്ന. ഈ ഷോയിലൊന്നും വരാൻ തന്നെ കൊള്ളുന്നവനല്ല. ഇങ്ങനെയൊന്നും പെരുമാറുന്നവർ ഈ ഷോയിൽ വന്നിരുന്നു. കാരണം ഈ ബെഹൻ എന്നൊക്കെ പറയുന്ന പോലെ മറ്റുള്ളവരുടെ തീറ്റി മുഴുവൻ എടുത്ത് തിന്ന് മറ്റുള്ളവരെ മുഴുവൻ പട്ടിണിക്കിട്ട് അവർക്കെല്ലാം അസുഖങ്ങളും അല്ല. ഇപ്പം തന്നെ ഒരു പാൽ കവർ എറിഞ്ഞപ്പം ഷാനവാസ് വീണതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഷാനവാസിനെ ഇവന്മാർ കുറച്ച് ദിവസമായിട്ട് ഫുഡൊന്നും കൊടുക്കാതെ അവിടെ പാത്രം കഴിക്കലും ബാക്കിയുള്ള ടാസ്കും എല്ലാം കൂടെ കൂടിയിട്ട് ഷാനവാസ് അതുവരെ ടാസ്കിൽ ചിലയിലൊക്കെ നന്നായിട്ട് നിന്നു. പാവയെടുക്കുന്ന ടാസ്കിൽ മാത്രമേ ഷാനവാസ് മാറി നിന്നുള്ളൂ. അങ്ങനെ ഇവന്മാർ ഫിസിക്കലി ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അവന്മാർ എന്നിട്ട് തിന്ന് വട്ടിവയറ് വീർപ്പിക്കുക ചെയ്തുകൊണ്ടിന്. അപ്പോൾ എന്നിട്ടൊരു ക്ഷമ പറച്ചിൽ പോലെയുണ്ട്. എന്താണേലും കൊടുത്തിരിക്കുന്ന ശിക്ഷ ഇതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പണപ്പെട്ടി ടാസ്കിനെ പറ്റി ആദില ഇന്നലെ പറയുന്ന കേട്ടല്ലോ. ഇതെടുത്തോണ്ട് പോവോ, നൂറ എടുത്തോണ്ട് പോവോ, ആദില എടുത്തോണ്ട് പോവോ, അനീഷ് എടുക്കുവോ, സാബുമാൻ എടുക്കുവോ? സാബുമാൻ്റെ വർത്താനം കേട്ടപ്പോൾ ചിരിച്ചൊരു വഴിയായി. അതായത് അത് ഞാൻ പണം ആവശ്യമാണ്, പക്ഷെ അത് ഞാൻ എടുക്കത്തില്ല, ഫൈനൽ 5-ലൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമല്ലേ ലാലേട്ടാ എന്നുള്ള രീതി പറയുന്നുണ്ട്. ഇന്നലത്തെ പോലെ തന്നെ മൈക്കിൾ ജാക്സൺ പോലെയൊക്കെ മേക്കപ്പ് ചെയ്ത് പഴയ മലയാള സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ മുടിയൊക്കെ വെക്കുന്ന പോലെ വെച്ച് അതുപോലെ പെയിൻറ്റും ഒക്കെ അടിച്ച് ഇന്നലെ വന്ന പോലെ തന്നെയാണ് ഇന്നും വന്നിരിക്കുന്നത്. പുള്ളി ഒരു എന്തോ വലിയ സംഭവമാണെന്ന് പുള്ളിയെ തെറ്റിദ്ധരിച്ച് പുള്ളി അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾക്ക് പുള്ളിയെ വളരെയധികം ഇഷ്ടമായതുകൊണ്ട് പുള്ളി അങ്ങനെ നിൽക്കുകയാണ്. ഫൈനൽ 5 ചിലപ്പോൾ കപ്പടിച്ചെന്ന് വരെ വരും. അതുപോലെ ആലോചിച്ച് കൂട്ടിയാണ് പുള്ളി അവിടെ നിൽക്കുന്നത്. പുള്ളി ഒരു കാരണവശാലും പണപ്പെട്ടി എടുക്കത്തില്ല. പിന്നെ ആദില, നൂറെ ഒന്നും എടുക്കുന്നില്ല, അനുമോൾ എടുക്കുന്നില്ല. അനുമോൾ എന്നിട്ടൊരു മണ്ടത്തരം വിളിച്ചു പറഞ്ഞു, അല്ല ഇനി ബിഗ് ബോസ് എത്രയാ ഇതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള രീതി. അപ്പോൾ ലാലേട്ടൻ തിരിച്ചു ചോദിച്ചപ്പോൾ ഒന്നുകൂടെ അല്ല എടുക്കുമെന്നല്ല പറഞ്ഞെന്ന് പറയുന്നു. അനീഷ് പറയുന്നു അനീഷിന് മാക്സിമം അവിടെ നിൽക്കണമെന്നാണ്. ഷാനവാസ് അതേപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല.
പിന്നെ നെവിനെ വിളിച്ച് നിർത്തി ചോദിക്കുന്നു, നെവിന് ശിക്ഷ കൊടുക്കാൻ പോകാമെന്ന് നമുക്കത് കേൾക്കുമ്പോഴറിയാം. നെവിനെ വിളിച്ച് ചോദിക്കുന്നു പണപ്പെട്ടിയുടെ കാര്യം എന്നാണ്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള ആദ്യകാലത്ത് എനിക്ക് വിചാരം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല ലാലേട്ട, അത് മുഴുവൻ സമയം നിൽക്കണ്ടേ എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹത്തിൽ പറയുന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് അത് ഇങ്ങനെ എത്തിക്കുന്നു ലാലേട്ട. അത് പൈസയാണ് എല്ലാവർക്കും വലുത്, പൈസ കിട്ടിയാൽ എടുക്കും, ഒരു 10 ലക്ഷം അതിലൊക്കെ കൂടുതലുണ്ട് എടുക്കും, ചിലപ്പോൾ ഒന്നും കാണുകയില്ലായിരിക്കും, അതൊക്കെ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അങ്ങനെ പറഞ്ഞു വന്നിട്ട് നെവിനോട് പറയും, അങ്ങനെയാണ് നിങ്ങൾ ഇവിടെ നിൽക്കുമോ എവിറ്റായി പോവോ ഇതൊന്നും അറിയില്ല, നിന്നാൽ നിങ്ങൾക്ക് അതിനുള്ള അവസരം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതായത് പണപ്പെട്ടിയുടെ ടാസ്ക് വരുമ്പോൾ ഇഷ്ടമുള്ള ഒരാൾക്ക് എടുത്തോണ്ട് പോകാറുണ്ടല്ലോ, നാദിറയൊക്കെ പോയ പോലെ. അങ്ങനെ ആലോചിക്കാൻ സമയമൊക്കെ എടുത്തിട്ട് കൂട്ടിയൊക്കെ വരിക. പണപ്പെട്ടി നല്ല ടാസ്ക്കാണ്, രസമാണ് അത് കാണാൻ, ആകാംക്ഷയോടെ കാത്തിരിക്കുക. പൈസ കൂട്ടി വരുന്നതും എടുക്കണോ, ഇവരുടെ ഒരു പ്രലോഭനം, ഒരു മനസ്സിന് ഉറപ്പില്ലായിക ആ സമയത്ത് നമുക്ക് കാണാം. എടുത്തിട്ട് പോകുന്നതാണ് എപ്പോഴും ബുദ്ധി. പക്ഷെ ഇന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരാളെടുക്കുകയല്ല കേട്ടോ, എല്ലാവർക്കും വിന്നർ ആവണം, ടൈറ്റിൽ വിന്നർ ആവണം എല്ലാവരും അങ്ങനെയാണ് പ്രതീക്ഷ. അക്ബറൊക്കെയാണ് 25 ലക്ഷം കിട്ടിയാൽ പോകുന്നെങ്ങാണ്ട് പറഞ്ഞിരുന്നു പറയുന്നു. അപ്പം അക്ബർ ഇപ്പം അത് നിഷേധിച്ചു, അങ്ങനെയൊക്കെ നിൽക്കുന്നു. ഏതായാലും ലാസ്റ്റ് നെവിനോട് ലാലേട്ടൻ പറയുന്നു, നിനക്കതിനുള്ള അവസരമില്ല, അതായത് പണപ്പെട്ടി വരുമ്പോൾ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. നെവിന് എന്തോ സാമ്പത്തിക പ്രശ്നം ഉള്ളതുകൊണ്ട് ഈ ഒരു ഗെയിമിൻ്റെ തുടക്കം തൊട്ടേ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം പണപ്പെട്ടി വരുന്നത് ഈ സീസണിൻ്റെ ലാസ്റ്റാണ്, അതുവരെ നിന്നിട്ട് പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകാൻ ഈ പറയുന്ന പല മത്സരാർത്ഥികളുടെ ഉള്ളിലുണ്ട്. അപ്പം നെവിൻ്റെ ആ ഉള്ളിൽ യഥാർത്ഥത്തിലിരുന്ന ആഗ്രഹമാണ്. അതിലെ നുറയ്ക്ക് മുള്ളായിട്ടും കേൾക്കുന്നുണ്ട്. അവർ ഇന്ന് തർക്കിച്ചെങ്കിലും അവർക്കും ബുദ്ധിപരമായ നീക്കം ആ പണപ്പെട്ടി എടുത്ത് പോകുന്ന, അല്ലാതെ അവരിപ്പോൾ അവിടെ നിന്നിട്ട് ടൈറ്റിൽ വിന്നറൊന്നും ആകാൻ പോകുന്നില്ല. ഏതായാലും നെവിന് ആ അവസരം നഷ്ടപ്പെട്ടു, ഇനി അവിടെ വെറുതെ നിൽക്കാനേ ഉള്ളൂ. അതൊരു പരിധി വരെ നന്നായി, കാരണം അവൻ ഈ ഷോയിൽ വന്ന് ഇത്രയും നാൾ നിൽക്കുന്ന കരുതി അവന് ഓവറായിട്ട് പൈസ കിട്ടും എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, അവൻ അത്ര പുറത്ത് ഫെയിമായിട്ട് വന്ന് ഇപ്പം അനുമോൾ എന്നൊക്കെ പറഞ്ഞ അഭിനയത്തിൽ നിന്ന് അത്രയും തുക അവർക്ക് പുറത്ത് നിന്നാൽ കിട്ടും. അപ്പോൾ അതനുസരിച്ച് അവർക്ക് ബിന്നിക്കാണേലും അനുമോൾക്കാണേലും ജിസേലിനാണേലും ഒക്കെ നല്ലൊരു തുക കൊടുക്കും. പക്ഷേ നെവിനൊന്നും അങ്ങനത്തെ ഒരു വലിയ തുക കൊടുക്കുകയല്ല, ഇവരുടെ ആ ഒരു ഫെയിം അനുസരിച്ചുള്ള തുകയെ കിട്ടുള്ളൂ. അപ്പോൾ ഇവനെ സംബന്ധിച്ച് വൻ തുകയൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ശരിക്കും അവിടെ നിന്ന് ആ പണപ്പെട്ടി എടുത്ത് പോയാൽ തന്നെ അവനത് നല്ലതാവുള്ളൂ. അത് കിട്ടാതിരിക്കുന്ന അവനെ സംബന്ധിച്ചൊരു വലിയ കോട്ടമാണ്, നേട്ടമല്ല, വലിയൊരു കോട്ടമാണ്, കയ്യിലിരിപ്പ് കൊണ്ട് മേടിച്ച് കിട്ടിയ കോട്ടമാണ്. പുറത്താക്കുന്നതിനെക്കാട്ടും വലിയ ശിക്ഷയാണ് അവന് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. അല്ലാതെ ഇപ്പം അവനെ ഔട്ടാക്കിയില്ലെന്ന് പറഞ്ഞ് എല്ലാവരും വിഷമിക്കേണ്ട. പിന്നെ ഔട്ടാക്കില്ല, കാരണം അവനവിടെ ഇനി ഇതേപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കട്ട് തിന്ന്, ഇപ്പം ആരും പോകുന്നതിന് മുമ്പേ പറയുന്നുണ്ട് അങ്ങനെ കട്ട് തിന്നുമെന്നുണ്ടെങ്കിലും അതും ഒരു നല്ല കാര്യമാണ് അല്ലേ സീസൺ. ഇവിടെ ഇന്ന് നല്ലൊരു ടാസ്ക് കൊടുത്തായിരുന്നു, അവിടെ ഇവരിവിടെ ഇല്ലായിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു എന്നുള്ളൊരു ടാസ്ക് കൊടുത്തു. അത് നല്ലൊരു ടാസ്ക് ആയിട്ട് തോന്നി. അതിൽ സാബുമാൻ പറഞ്ഞ ഒരു വാചകം എനിക്ക് ഇഷ്ടപ്പെട്ടു, അക്ബർ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നുള്ള ചോദ്യത്തിന് സാബുമാൻ പറഞ്ഞ മറുപടി, അക്ബർ തല കുനിച്ച് ഈ ശിരസ് കുനിച്ച് ഇങ്ങനെ ഇരുന്ന് പോയില്ലേ, അതുപോലെ ഇരുന്ന് പോയി കേട്ടോ. സദസ്സിൽ ശരിക്കും അപമാനിച്ച പോലെയാണ് സാബുമാൻ പറഞ്ഞത്. അതായത് കുത്തിത്തിരിപ്പ് ഇവിടെ ഇല്ലാതിരിക്കും, ഇതാണ് അക്ബർ ഇവിടെ ഇല്ലെങ്കിൽ കുത്തിത്തിരിപ്പ് ഇവിടെ ഇല്ലാതിരിക്കും. പിന്നെ പാട്ട് പാടുന്ന ഒരാളില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ടാവും. മൂന്നാമത് പറഞ്ഞ് ഓരോരുത്തരെയും വിളിച്ച് മാനിപ്പുലേഷൻ ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവരെ അവരുടെ സൈഡിലോട്ടാക്കും. കേൾക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നും, കുറച്ച് കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ അത് അത്ര ശരിയല്ലല്ലോ എന്ന് തോന്നും. അങ്ങനെ ഒരു വ്യക്തിയാണ് അക്ബർ എന്ന് പറഞ്ഞ് എന്ത് നല്ല സർട്ടിഫിക്കറ്റാണ് കിട്ടിയ ഒരു പാട്ടുകാരന്. തനി സ്വഭാവമാണ് പറഞ്ഞ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന കാര്യവും എല്ലാം ഇന്ന് പറഞ്ഞ്. പിന്നെ തിരിച്ച് അക്ബർ സാബുമാനെ പറ്റി പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റ് പോലെ നമ്മളെ കാര്യങ്ങളെല്ലാം കേൾക്കുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ടാസ്ക് കൊടുത്തായിരുന്നു, ഇന്ന ആൾ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ, അനുമോൾ ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ് അതിലെ വിളിച്ചപ്പോൾ അതിലെ കുറച്ച് അനുമോളുടെ നല്ല കാര്യം പിന്നെ അനുമോളുടെ കുറേ മോശം കാര്യമൊക്കെ ആയിട്ട് പണി കൊടുക്കുന്ന രീതിയിലാണ്. അതിലെപ്പോഴും അങ്ങനെയാണല്ലോ, അങ്ങനത്തെ ഒരു രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പരസ്പരം എല്ലാവരും ഇവരിവിടെ ഇല്ലായിരുന്നു എന്താവെന്ന് വെച്ചു. ഏതായാലും ലാസ്റ്റ് ആര്യൻ പോകുന്നു, നെവിൻ്റെ പണപ്പെട്ടി എന്ന മോഹം പൊലിയുകയും ചെയ്തിരിക്കുന്നത്. നല്ല ശിക്ഷ തന്നെയാണ്, പൊലിയുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.